നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഞങ്ങളെ കണ്ടതും പീലി വിടർത്താൻ തുടങ്ങി. പാലത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഞാൻ ബോർഡ് ഉണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ പുഴയാണ്. അപ്പോൾ പുഴയിൽ കുറേ പേര് ഇറങ്ങിയിട്ട് മരിച്ചിട്ടുണ്ട്. 4 കുരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളായാണ് പോകുന്നത്. നേരത്തെ വന്ന വഴിയിലൊരു കാഴ്ചയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഞങ്ങളെ കണ്ടതും ആളുടെ കൂടെ തന്നെ ഒരു പെൺമയിലും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെല്ലാം പോകാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ, അതായത് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിച്ചത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായ കാര്യങ്ങൾ, ഈ വാൽപ്പാറയിൽ പോകുന്നവർക്ക് കാണാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ, അതോ നമ്മൾ അതായത് ബൈക്ക് ഓടിക്കുന്നവർക്ക് മാത്രം എൻജോയ് ചെയ്യാനുള്ളതാണോ, അതോ കൂടെ വരുന്നവർക്ക് എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ വാൽപ്പാറയിൽ പോകുന്ന ഏകദേശം പകുതി വരെ എത്തി. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് വാൽപ്പാറയിലെത്തി അവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തട്ടിപ്പ് ബ്ലോഗേഴ്സിൻ്റെ പറ്റി കാര്യങ്ങളായിരുന്നു. അതായത് ഈ ട്രാവൽ ബ്ലോഗേഴ്സ് അനാവശ്യമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ ഓരോ ലൊക്കേഷനിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് കാര്യങ്ങൾ ഓരോ ലൊക്കേഷനിലും പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, അവിടെ ആൾക്കാർക്ക് വരേണ്ട ആവശ്യമുണ്ടോ, എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിലപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇതുവരെ ഏകദേശം ഒരു 10ഓളം ഹെയർ പിൻസ് കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കയറാനുണ്ട്. നമ്മളപ്പോൾ ഓരോ ഹെയർ പിൻസ് കയറി കഴിയുമ്പോൾ തണുപ്പ് കൂടുതലായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മുകളിലെത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ മൂന്നാറായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂന്നാറിൻ്റെ അത്ര തണുപ്പില്ല എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ടൗണും കാര്യങ്ങളൊക്കെ എത്തും. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ലൊക്കേഷനോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻറ്റ് ഷോട്ട്സ് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാ 360യുടെ ക്യാമറ പുറകെ നിന്നുള്ള ഷോട്ടാണ് എടുക്കുന്നത്. അങ്ങനെ പറയാം, ഏത് ആംഗിളാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ താല്പര്യം, അപ്പോൾ അത് വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വന്നപ്പോൾ അത്യാവശ്യം കാണാൻ തന്നെ നല്ല രസമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടി കുറച്ചുകൂടി ബാരിയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ മൂന്നാർ വൈബും കാര്യങ്ങളൊക്കെ ഈ ഏരിയസിൽ വരുമ്പോഴുണ്ട്. കാരണം 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഈ വഴി പോകുമ്പോൾ മൂന്നാർ വൈബ് കിട്ടുന്നുണ്ട്, ചെറിയൊരു മൂന്നാർ വൈബൊക്കെ കിട്ടുന്നുണ്ട്. മൂന്നാറും ഇതായിട്ട് ഏകദേശം കുറേ ഏരിയാസൊക്കെ കുറേ സാമ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആംഗിൾസൊക്കെ നമ്മൾ ഇൻസ്റ്റാ 360 സ്റ്റിക്ക് വെച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫുൾ ആംഗിൾസ് കിട്ടും, അതായത് പുറകിലും മുന്നിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോസിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ വാൽപ്പാറ ടൗൺ എത്തുന്നതിന് മുന്നേ ഉള്ള റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വാഹനങ്ങൾ അത്യാവശ്യം കുറവ് തന്നെയാണ്. റോഡ് സൈഡിലൊക്കെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസിൽ വന്നു. അപ്പോഴാണ് കുറച്ചുകൂടി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം നിങ്ങൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഒരു സൂപ്പർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഈ റൈറ്റ് സൈഡിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പം ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആംഗിൾസ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്നും വണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് കുറച്ചുകൂടി റോഡിൻ്റെ സെൻട്രൽ ഏരിയാസിലാണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് എടുത്ത വീഡിയോസിൻ്റെ
പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൗണിലെത്തി. ഇനി ടൗണിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഷോളയാർ ഏരിയാസിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ കുറച്ച് ടെമ്പിളും കാര്യങ്ങളൊക്കെ, ഒരു വെറൈറ്റി ടെമ്പിളൊക്കെ കാണാനുണ്ട്. അതുപോലെ അവിടുത്തെ അതിന് മുന്നേ പോകുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാൻ രസമുണ്ട്. ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഒന്നുകൂടി പോയി നോക്കാം. അപ്പോൾ ഈ റൂട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ളൊരു വഴി. അപ്പോൾ ഈ റൂട്ട് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ കുറവുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല രീതിയിൽ തേയില പാടങ്ങളും എല്ലാം ഉണ്ട്. ഒരു കാം പ്ലേസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കുള്ള പാലത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഞാൻ ബോർഡ് ഉണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ പുഴയാണ്. അപ്പോൾ പുഴയിൽ കുറേ പേര് ഇറങ്ങിയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടെമ്പിളിലോട്ടുള്ള റോഡ് പിടിച്ചു. ലെഫ്റ്റ് സൈഡിലുള്ള ആ പുഴയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നും. പക്ഷേ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ആ ബോർഡിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊരു ബസ് റൂട്ടാണെന്ന് തോന്നുന്നു. ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ചെറിയ വഴിയും കാര്യങ്ങളാണ്.
ഇതെവിടെയാണ് എത്തുന്നത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ ടെമ്പിളിൻ്റെ അടുത്തോട്ടുള്ള നേരെ വിടാം. എനിക്ക് തോന്നുന്ന ടെമ്പിൾ എത്താനായി. മാപ്പ് വെച്ച് നോക്കുമ്പോൾ ടെമ്പിളാണ് ഇത് തന്നെ, ഞാൻ പറഞ്ഞ ടെമ്പിൾ. ഒരു വെറൈറ്റി ടെമ്പിളാണ്. നമ്മൾ ടിബറ്റിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടെമ്പിളില്ലേ, അതുപോലത്തെ ഒരു ടെമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കെന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിലെടുത്തു. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 കുട്ടി കുതിരകളുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് അത് എഴുതിയിട്ടുണ്ട്. തമിഴ് ആയതുകൊണ്ട് ഇതിന് മനസ്സിലാവുന്നില്ല. അപ്പം ഇതാണ് അമ്പലം. രസമുണ്ടല്ലേ? അപ്പം അമ്പലത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിവിടുന്ന് കൊണ്ടിലായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് മെയിൻ റോഡിലെത്തിയിട്ട് ടൗണിലെത്തിയിട്ട് തിരിച്ചു പോകാനാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ വാൽപ്പാറയിലെ അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. മെയിനായിട്ട് ഈ റോഡ് എക്സ്പീരിയൻസ് ആണ് ഈ വാൽപ്പാറ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതേപോലുള്ള അമ്പലങ്ങളും അത്യാവശ്യം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ വെള്ളച്ചാട്ടം ഓൾറെഡി അവിടെ എഴുതി വെച്ച പോലത്തെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടൗണിലെത്തി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു കാര്യമാണ്, റോഡിൽ മൊത്തം സിംഹാലം കുരങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ കറക്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു സിംഹാലം കുരങ്ങ് പെട്ടെന്ന് മേത്ത് ചാടി വീഴാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്ന വഴി അവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേഫായിട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അതായത് സിംഹാലം കുരങ്ങിനെയൊന്നും ഇടിക്കാതെ സേഫായിട്ട് പോകണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ ഇഷ്ടം പോലെ സിംഹാലം കുരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളായാണ് പോകുന്നത്. ഇവന്മാർ വണ്ടിയിലേക്ക് കയറി വരുമെന്നാണ് ഒരു പേടി. പക്ഷെ അങ്ങനെയൊന്നുമില്ല, കുറച്ചുകൂടി കാമായിട്ടുള്ള ആൾക്കാരെന്ന് തോന്നും. അപ്പോൾ ആ യാത്രയൊക്കെ കണ്ട് നമ്മളിപ്പം തിരിച്ച് വാൽപ്പാറയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴിയിലൊരു കാഴ്ചയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രസമുണ്ടല്ലേ? ഒരു പ്രത്യേക ഒരു കാണാനൊരു രസമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ഈ വാൽപ്പാറയിൽ നിന്ന് നേരെ വിടുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് പാലക്കാട് നിന്ന് നേരെ വാൽപ്പാറ ആയിരുന്നല്ലോ. വാൽപ്പാറ കണ്ട് തിരിച്ച് അതേ റൂട്ട് വഴി നമ്മളിപ്പം താഴെ ഇറങ്ങുവാണ്. അപ്പോൾ ഇനിയുള്ള അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലുണ്ടാവും. അപ്പം നിങ്ങൾ കാണാമെന്നുള്ളവർ വെയിറ്റ് ചെയ്യുക.